ഹലോ കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ധാരാളം പേര് പുതിയതായിട്ട് യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. തുടക്കക്കാർക്ക് വ്യൂസ് എങ്ങനെ യൂട്യൂബിൽ കൊണ്ടുവരാം എന്ന് ഇന്ന് നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ധാരാളം തുടക്കക്കാർക്ക് വന്നിട്ട് ആദ്യമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മളെ അറിയാവുന്നവരോ ആ കണ്ടൻറ്റിൽ താല്പര്യമുള്ളവരോ ഒക്കെ അറിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയമാകും. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് എങ്ങനെ വ്യൂസ് കൊണ്ടുവരാൻ പറ്റും എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്കും വ്യൂസ് ഇല്ലാത്തവർക്കും എല്ലാം ഈ വീഡിയോ വളരെ ഉപകാരമായിരിക്കും. കാരണം ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വ്യൂസ് വരുന്നത്, പിന്നെ പുതിയ ചാനൽ ഉണ്ടാക്കിയിട്ട് വീഡിയോസ് ഇടുമ്പോൾ തുടക്കത്തിലെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ആ വീഡിയോ മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ വന്നിട്ട് കൂടുതൽ പേരുടെ മുമ്പിൽ നിങ്ങളുടെ വീഡിയോസ് എത്തുമ്പോഴാണ് യൂട്യൂബ് വന്ന് ഇംപ്രഷൻ കൂടുതലായിട്ടും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ആ വീഡിയോ എത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതിന് യൂട്യൂബ് വന്ന് നമ്മളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യണം. ആദ്യമൊക്കെ നമ്മൾ വീഡിയോസ് ഇടുമ്പോഴേക്കും വ്യൂസ് വളരെ കുറവായിരിക്കും. ആദ്യത്തെ വീഡിയോയിൻ്റെ മെറ്റാഡാറ്റ അനുസരിച്ച്, മെറ്റാഡാറ്റ എന്ന് പറയുന്നത് ടൈറ്റിൽ, തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ SEO അനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത് ആ വീഡിയോയിലേക്ക് നമ്മൾ വ്യൂസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ആദ്യമൊക്കെ ഒരു 10 വ്യൂസോ 20 വ്യൂസോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ഒരു 100 പേരിലേക്കെങ്കിലും എത്തിക്കണമെങ്കിൽ ഇംപ്രഷൻസ് യൂട്യൂബ് അയച്ചു കൊടുക്കണം. അതിൽ വന്നിട്ട് കുറച്ച് പേർ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, ആ വീഡിയോ എത്ര നേരം അവർ കാണുന്നു അത് വളരെ പ്രധാനമാണ്. ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു 10-20 സെക്കൻഡൊക്കെ കണ്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വന്നിട്ട് അതിൻ്റെ റെക്കമെൻഡേഷൻസ് അങ്ങനെ അയക്കില്ല. അപ്പോൾ വീഡിയോ മൊത്തം കാണുന്ന രീതിയിലുള്ള കണ്ടൻ്റ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു ആൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് കയറിയാൽ അവർ മുഴുവനും കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ട് ഉള്ളതുമായിട്ടുള്ള കണ്ടൻസ് ഒക്കെ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതം ആ വീഡിയോസ് ഒരാൾ എത്ര നേരം വാച്ച് ചെയ്യുന്നു, അതിൻ്റെ വാച്ച് അവേഴ്സ് എങ്ങനെയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ ടൈറ്റിൽ, ആരുടെ വോയിസ് ആണ്, പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇത് അൽഗോരിതം കണ്ടുപിടിക്കും. ഇനി നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ ഇടുമ്പോഴേക്കും ഇപ്പോൾ ആദ്യം കുറേ പേർക്ക് യൂട്യൂബ് അയച്ചുവല്ലോ. അപ്പോൾ ഇപ്പോൾ ആദ്യം ഒരു 100 പേർക്ക് അയച്ചെങ്കിൽ അടുത്തത് ഒരു 150-200 പേർക്ക് അയക്കും. അപ്പോൾ ഏതൊരു കണ്ടൻറ്റ് സെർച്ച് ചെയ്താലും അതുപോലെ ഒരുപാട് കണ്ടൻറ്റ് നമ്മളുടെ യൂട്യൂബ് നമ്മളുടെ സെർച്ചിലോട്ട് കൊണ്ടുവരും. ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കണ്ടൻറ്റ് തേടി പെട്ടെന്ന് സെർച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമൊക്കെ തുടങ്ങുമ്പോഴേക്കും ഒരു വ്യക്തി വീഡിയോ ഇടുമ്പോൾ തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വന്നത്, നമ്മൾ കൊടുക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, ഇതൊക്കെ വ്യൂസ് കൊണ്ടുവരാനായിട്ട് വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എത്രയോ അധികം വീഡിയോസ് നമ്മുടെ ഹോം പേജിൽ വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോന്നിലും പോയി ക്ലിക്ക് ചെയ്ത് നോക്കാറില്ല. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോഴേക്കും ചില തംബ്നെയിലൊക്കെ ഭയങ്കര ആകർഷകമായിട്ടിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കതിൽ ക്ലിക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ തംബ്നെയിൽ പല ആൾക്കാരും ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തംബ്നെയിൽ നോക്കിയിട്ടാണ് ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മുടെ തംബ്നെയിൽ നന്നായിട്ടിരുന്നാൽ മാത്രമേ അതിൽ കുറേ പേര് വന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് വീണ്ടും നമ്മളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം വന്നിട്ട്, ഒരു വീഡിയോ വന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ നന്നായിട്ട് ഓടിക്കൊണ്ട് നല്ല വ്യൂസൊക്കെ കിട്ടുമായിരുന്നിരിക്കും, പക്ഷേ പെട്ടെന്ന് വ്യൂസ് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നല്ല ഇംപ്രഷൻസ് വേണം. നിങ്ങളുടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ ഇതൊക്കെ നന്നായിട്ട് കൊടുത്താൽ മാത്രമേ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഓർമ്മിക്കേണ്ട, പുതിയതായിട്ട് വന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമേ നിങ്ങൾ വീഡിയോസ് ഇട്ടാൽ അത് പെട്ടെന്ന് വിജയിക്കണമെന്നില്ല. ഇതൊരു പരിശ്രമം മാത്രമാണ്. അപ്പോൾ ഏതൊരു വിജയത്തിനും കഠിനമായിട്ടുള്ള പരിശ്രമം ആവശ്യമാണ്. നിങ്ങൾ പല രീതിയിലുള്ള കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത് നോക്കുക. ആൾക്കാർക്ക് ഏത് രീതിയിലുള്ള നിങ്ങളുടെ കണ്ടൻറ്റാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യും. അതുതന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുന്ന, എത്ര സമയക്കുറവുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോസ് ഇടുന്നത് മുടക്കാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എനിക്ക് തന്നെയും ഒട്ടും സമയമില്ലാതെ വളരെ ബിസി ആയിട്ടുള്ളൊരു ലൈഫിനിടയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് സമയം കണ്ടെത്തിയിട്ട് വീഡിയോസ് മുടക്കാതെ, കഴിയുന്നത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പോലും മുടക്കാതെ കണ്ടൻറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂട്യൂബ്
അൽഗോരിതം ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തുടക്കക്കാർക്ക് ശ്രദ്ധിച്ച് ചെയ്താൽ ഒരുവിധം നിങ്ങളുടെ ചാനലിന് നല്ല ഗ്രോത്തും റീച്ചും ഒക്കെ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. മിക്കവാറും എല്ലാ ദിവസങ്ങളും ഒരു 10 മണിക്ക് മുമ്പ് ഞാൻ പറയാറുള്ളത് പോലെ കൃത്യം 9 മണിക്ക് ഇപ്പോൾ വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്ത് വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരു 10 മണിയുടെ അടുപ്പിച്ചായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ മറക്കാതെ എല്ലാ ദിവസവും കുറേ അധികം ഫാമിലി മെമ്പേഴ്സ് മറക്കാതെ അവർ വീഡിയോസ് കാണാൻ വരുന്നവരുണ്ട്. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ മറക്കാതെ ഇനിയും നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടിയിട്ട് ചിലവാക്കി എൻ്റെ വീഡിയോസ് കാണാൻ വരുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വളരെ താങ്ക്സ്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയാറുള്ളത് പോലെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.